മേലാസകല മുറിവുകളുള്ള സാധാരണ സിംഹങ്ങളെക്കാൾ 300 കിലോയിൽ കൂടുതൽ ഭാരം വരുന്ന, കാഴ്ചയിൽ വലുപ്പവും സ്വഭാവത്തിൽ അഗ്രഷനും കൂടുതലുള്ള 15ലേറെ സിംഹങ്ങളെ ബോട്സ്വാനയിലെ ഒരു പറ്റം സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കേണ്ടായി. അസ്വാഭാവികമായ ഈ മാറ്റത്തിന് എന്താണ് കാരണം എന്ന അന്വേഷണത്തിൽ ദേ ഫൈൻഡ് ദാറ്റ് ടെറിഫൈങ് ആൻസർ. ബോട്സ്വാനയിലെ ഡൂബ പ്രവിശ്യയിലാണ് ഈ സിംഹങ്ങളുടെ ടെറിട്ടറി. സാധാരണ സിംഹങ്ങൾ കാണപ്പെടുന്നത് വരണ്ട കാടുകളിലാണ്. എന്നാൽ ഡൂബ പ്രവിശ്യ റിവർ ചാനൽ ഷിഫ്റ്റിംഗ് കൊണ്ട് ഐലൻഡായി രൂപപ്പെട്ട പ്രദേശമാണ്. ഇങ്ങനെ അവിടെ ഒരു ഐലൻഡിൽ ഒരു സിംഹത്തിന്റെ പ്രൈഡ് ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഇവ വെള്ളത്തിൽ നീന്തി വേട്ട ചെയ്യാൻ നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ ഇവയുടെ അപ്പർ ബോഡി മറ്റുള്ള സിംഹങ്ങളെക്കാൾ കരുത്തുള്ളതായി മാറി. ഇവയോടൊപ്പം അവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ട ജീവികളിൽ ഭൂരിഭാഗവും അക്രമകാരികളായ ക്യാബ് ബഫലോസ് ആയിരുന്നു. വെള്ളത്തിൽ നീന്തിക്കയറിയുള്ള വേട്ടയും ക്യാബ് ബഫല്ലോ മീറ്റിന്റെ ഡയറ്റുമാണ് ഇവയ്ക്ക് ഇത്രയും ഭീമാകാരത്വം നൽകിയത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ക്യാബ് ബഫലോകളിൽ ഇൻബിൽഡ് ആയിട്ടുള്ള പലായന സ്വഭാവം തടസ്സപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ബഫലോകൾ കൂടുതൽ അക്രമകാരികളായിരുന്നു. സിംഹങ്ങളുടെ സാമീപ്യം മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ശരീരം കൊണ്ട് കൂറ്റൻ മതിലുകൾ തീർത്ത് ഇവ പ്രതിരോധിക്കാൻ തയ്യാറാവുമായിരുന്നു. ഇത് സിംഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടൽ മിക്ക സമയത്തും യുദ്ധസമാനമായിരുന്നു. മറ്റു സിംഹങ്ങൾ വേട്ടയാടുന്നത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു എക്സ്ട്രീം കണ്ടീഷൻ ആയിരുന്നു. ഇത് മാത്രമല്ല, ക്യാബ് ബഫലോയെ സ്ഥിരമായി വേട്ടയാടുന്നതിലൂടെ ശരീരത്തിൽ പറ്റുന്ന മുറിവുകൾ നൈൽ നദിയുടെ ഉപ്പിന്റെ അംശം പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്നു. അതുകൊണ്ട് സാരമായ പരിക്കുകളാണെങ്കിൽ പോലും പ്രകൃതി തന്നെ അതിനെ ഉണക്കിക്കളയുന്നു. രാത്രികാലങ്ങളിൽ റിവർ ചാനലുകളിൽ നൈൽ ക്രോക്കഡോയിലുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇവ പകൽ സമയത്ത് ഇര തേടാൻ നിർബന്ധിതരായി. സിംഹങ്ങൾ സിറ്റുവേഷനുകൾ അഡാപ്റ്റ് ചെയ്യുന്നതിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ടെറിഫൈങ് കണ്ടീഷനാണ് ഇത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് തന്നെ they are example of extreme adaptation, isolated, oversized and constantly wet. They are unlike any other big cats on planet Earth.